everyone, I am Asmat Unisa, 6th BCA from the Department of Computer Science from E-Content Development Center, Majlis Arts and Science College, Puramannur. Today we are going to discuss about on the topic computer networks. It is a group of devices that are connected with each other through a transmission medium such as wires and cables, etc. These devices can be computers, printers, scanners, fax machines, etc. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നോ അതിലധികമോ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്ത് വഴി? ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ട്രാൻസ്മിഷൻ മീഡിയംസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് വയേഴ്സ്, കേബിൾസ്, എക്സെട്ര. ഈ ഡിവൈസസ് എന്തൊക്കെയാവാം? ഫാക്സ് മെഷീൻസ് ആവാം, കമ്പ്യൂട്ടേഴ്സ് ആവാം, പ്രിന്റേഴ്സ് ആവാം, സ്കാനേഴ്സ് ആവാം. പിന്നെ ദ പർപ്പസ് ഓഫ് ഹാവിങ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ടു സെൻഡ് ആൻഡ് റിസീവ് ദ ഡാറ്റ ദാറ്റ് ആർ സ്റ്റോർഡ് ഇൻ അതർ ഡിവൈസസ്. അതായത് വേറൊരു ഡിവൈസസിലുള്ള ഡാറ്റാസ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് അത് നമുക്ക് സെൻഡ് ചെയ്യാനാണെങ്കിലും റിസീവ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുക കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ഇനി പറയാൻ പോണത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ സെൻഡറും റിസീവറും ട്രാൻസ്മിഷൻ മീഡിയ വഴി കണക്റ്റ് ആയിട്ടുണ്ടാവും. ഓരോ സെൻഡറിനും റിസീവറിനും സെറ്റ് ഓഫ് റൂൾസ്, അതായത് പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. ഇത്രയുള്ളൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. There are 5 basic components for a computer network. First one is message, second sender, third receiver, fourth transmission media and fifth one protocol. First message. ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഡാറ്റ ഓർ ഇൻഫർമേഷൻ വിച്ച് നീഡ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഡിവൈസസ് ടു അനദർ. ഈ മെസ്സേജ് ഒരു ഡാറ്റയാണ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആണ്. അത് എന്ത് ചെയ്യണം? ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് മെസ്സേജ്. സെക്കൻഡ് വൺ ഈസ് സെൻഡർ. ദ ഡിവൈസ് വിച്ച് നീഡ്സ് ടു ബി സെൻഡ് ദ ഡാറ്റാസ് ഫ്രം വൺ ഡിവൈസസ് ടു അനദർ. അതായത് ഡാറ്റാസ് ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിക്ക് സെൻഡ് ചെയ്യുക. അതാണ് സെൻഡർ ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് റിസീവർ. ദ റിസീവർ ഈസ് എക്സ്പെക്ടിങ് ദ ഡാറ്റ ഫ്രം അതർ ഡിവൈസ്. സെൻഡർ ചെയ്യുന്നത് എന്താണ്? ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിക്ക് ഡാറ്റാസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ റിസീവർ ഡാറ്റാസ് എക്സ്പെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. Then the fourth one is transmission media. In order to transfer the data from one devices to another, we need transmission medias such as wires and cables. അതായത് നമ്മൾ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്യാൻ എന്ത് വേണം? ട്രാൻസ്മിഷൻ മീഡിയാസ് വേണം. ഈ ട്രാൻസ്മിഷൻ മീഡിയാസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് വയേഴ്സ്, കേബിൾസ്, റേഡിയോ വേവ്സ്, എക്സെട്ര. The fifth one is protocols. Protocols എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a set of rules that are obeyed both sender and receiver. സെൻഡറും റിസീവറും ഒബേ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾസ്. വിത്തൗട്ട് പ്രോട്ടോകോൾ ദ ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ബട്ട് ദേ കാൺ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. പ്രോട്ടോകോൾസിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ലൈക്ക് FTP, HTTP. ഇതൊക്കെയാണ് പ്രോട്ടോകോൾസിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഫസ്റ്റ് പെർഫോമൻസ്, സെക്കൻഡ് ഡാറ്റ ഷെയറിംഗ്, തേർഡ് ബാക്കപ്പ്, ഫോർത്ത് റിലയബിലിറ്റി, ഫിഫ്ത്ത് സെക്യൂരിറ്റി, സിക്സ്ത് സ്കെയിലബിലിറ്റി ആൻഡ് സെവൻത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പാറ്റബിലിറ്റി. Computer network features. The first one is performance. The performance is said to be in terms of response time. The response time of sending the data and receiving the data should be minimal. And the next one is data sharing. The one of the main reason that today we are using the computer network is to share the data between two systems that are connected with each other through a transmission media. Then the third one is backup. All the computer network have a central server that keeps all the backup of the data. In case of failure, the server will keeps all the data as safe. And the next one is software and hardware compatibility. Here we can connect different systems with a different configuration each other. The next one is reliability. Reliability means there should not be any failure in the network, or if it occurs, the recovery from a failure should be fast. And the next one is security. Security means a computer network should be secure so that the data transmitting over network should be safe from unauthorized access. Also, the sent data should be received as it is the receiving node, which means there should be not any loss of the data during the transmission. And the next one is scalability. Scalability means a computer network should be scalable, which means
it should always allow to add new computers or nodes to the already exciting network. The next one is computer network architecture. Here, a computer network architecture is a design in which all computers in a computer network are organized. A architecture defines how the computers should get connected to get the maximum advantages of a computer network, such as better response time, security, scalability, etc. അതായത് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടേഴ്സിൻ്റെ മോസ്റ്റ് ഓഫ് ദ എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് കിട്ടുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക. ആ അഡ്വാൻറ്റേജസ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ബെറ്റർ റെസ്പോൺസ് ടൈം, സ്കെയിലബിലിറ്റി, ഇതൊക്കെയാണ്. അതൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് computer network architecture. There are two types of computer network architecture, peer-to-peer and client server. The first one is peer-to-peer architecture. Here, in peer-to-peer architecture, all the computers in a computer network are connected with every computer in the network. Every computer in the network uses the same resources as the other computers. There is no central computer that acts as a server, rather all computers act as a server for the data that is stored in them. അതായത് ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഒരിക്കലും ബാക്കിയുള്ള എല്ലാത്തിനും ബാധിക്കില്ല. ഇവിടെ ഒരു മെയിൻ കമ്പ്യൂട്ടർ ഇല്ല. എന്തിന്? വേറെയുള്ള കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ കമ്പ്യൂട്ടർ ഇവിടെ ഇല്ല. ഇവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ്. അത് നമുക്ക് ഈ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരും. അല്ലാതെ ഇതിൻ്റെ ഫെയിലിയർ ഒരിക്കലും ഇതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അതാണ് peer-to-peer architecture. The next one is advantages and disadvantages of peer-to-peer network. First one is advantages. Less costly as there is no central server that has to take the backup, and in case of a computer failure, all other computers in the network are not affected and they will continue to work as the same as before the failure. Installation of peer-to-peer architecture is quite easy as each computer manages itself. Next, disadvantages of peer-to-peer architecture. Each computer has to take the backup rather than a central computer, and the security measures have to be taken by the all computers separately. Scalability is an issue in peer-to-peer architecture, as connecting each computer to every computer is a headache on a very large network. The next one is client-server architecture. In client-server architecture, a central computer acts as a hub and serves all the requests from client computers. All the shared data is stored in the server computer, which is shared with the client computer when a request is made by the client computer. All the communication takes place through the server computer. For example, if a client computer wants to share the data with other client computer, then it has to send the data to server first, and then the server will send the data to the other client. അതായത് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഒരു മെയിൻ സെർവർ അല്ലെങ്കിൽ ഒരു ഹബ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും ബാക്കിയുള്ള ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് യൂസറിന് ഒരു ഇൻഫർമേഷൻ സെർവറിൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ, സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് അറിയിക്കണം. എന്ന ശേഷം മാത്രമേ ക്ലയൻറ്റ് സെർവറിനെ അറിയിക്കും. എന്നിട്ടാണ് നമുക്ക് ആ ഡാറ്റ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് ഒരിക്കലും ക്ലയൻസിനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടൂല. അതുപോലെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് സെർവറും ക്ലയൻറ്റും തമ്മിലാണ്. അതായത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഇവിടെ ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതായത് ഈ സെർവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റയർ സിസ്റ്റം ഡൗൺ ആവും. ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഫസ്റ്റ്, data backup is easy and cost effective as there is no need to manage the backup on each computer. Then performance is better as the response time is greatly improves because the server is more powerful computer than the other computers in the network. Next, security is better as unauthorized access are denied by the server computer and all the data goes through the server. Next, scalability is not an issue in this architecture as large number of computers can be connected with the server. The next one is disadvantages of client server architecture. First, in case of server failure, entire network system will be down. Next, server maintenance cost is high
as the server is the main component in this architecture. Next, cost is high as the server needs more resources to handle that many client requests to be able to hold large amount of data. So we are discussed about the topic computer network, and here I wish to conclude my words. Thank you.